എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും ഇന്നും നടന്നതിൽ വെച്ച് യാതൊരു മാറ്റവും, ചെറിയൊരു മാറ്റം മാത്രം. ഇന്നലത്തേക്കാളും കുറച്ച് കൂടുതൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തി എന്ന് മാത്രം. നോക്കൂ, 25,196 ഓപ്പൺ ചെയ്തിട്ട് കേവലം ഒരു 3 പോയിൻറ്റ് 25,199 വരെ പോയി, പിന്നീട് താഴെ വന്നു. ഇന്നലെ അതേസമയം 25,160 ഓപ്പൺ ചെയ്തത്. അവിടെ നിന്നും ഡയറക്റ്റ് താഴെ വരികയാണ് ചെയ്തത്. ഇന്നൊരു 3 പോയിൻ്റ് മേലെ പോയി താഴെ വന്നു. എന്നിട്ട് ഇന്നലെ ട്രേഡിംഗ് നടന്നിരുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇന്നും. യാതൊരു മാറ്റമില്ല. അവസാന നിമിഷത്തിൽ മാത്രം ചെറുതായിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു എന്ന് മാത്രം. അത് ബാങ്കിങ് സെക്ടറുകളിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കാരണം കൊണ്ടാണ്. ഓക്കെ, മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും അവിടെ ലഭിക്കുന്നതാണ്. ആദ്യം പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. അതായത് ബാങ്കിങ് സെക്ടർ സ്റ്റോക്കുകളിൽ ഒരു സെല്ലിംഗ് പ്രഷറല്ല, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നത്. ആ ഒരു കാരണം പിന്നെ ഇൻവെസ്റ്റേഴ്സ് US ചൈന ട്രേഡിംഗ് ചർച്ചകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് മിക്സഡ് വേർഡ് ക്യൂസ് ആണ്. ഇതെല്ലാം കൂടെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സ്ലൈറ്റ്ലി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യിപ്പിച്ചു. നിഫ്റ്റി കേവലം 1 പോയിൻ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 82,240 എന്ന ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കേവലം 53 പോയിൻ്റ് പോസിറ്റീവിൽ 82,391 ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 1 പോയിൻ്റ് മാത്രം ഉയർന്ന് 25,104 ക്ലോസ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റിലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് പോസിറ്റീവ് ബയസോടെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പ് 0.14% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടറൽ ഇൻഡെക്സുകളിലെല്ലാം തന്നെ ഒരു മിക്സഡ് ട്രെൻഡായിരുന്നു. പ്രസ്റ്റീജ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, അനന്തരാജ്, DLF, ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്നിവയുടെ സെല്ലിംഗ് കാരണം നിഫ്റ്റി റിയാലിറ്റി 1.14% ഇടിഞ്ഞ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കി. നിഫ്റ്റി ആട്ടോ, നിഫ്റ്റി ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ്, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്ത 30 സ്റ്റോക്കുകളിൽ 16 എണ്ണവും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാരുതി സുസുക്കി, ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ, ICIC ബാങ്ക്, ബജാജ് ഫിൻസർവ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ടെക് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ്, HCL ടെക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അൾട്രാടെക് സിമൻറ്റ്, TCS എന്നിവ പോസിറ്റീവിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യ വിക്സ് 4.61% നെഗറ്റീവിൽ 14.1 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡേയിൽ, അതായത് അതിൻ്റെ പുരോഗതിയുടെ ഫലമായി US ഡോളർ എക്സ്പോർട്ടിംഗ് സോണുകൾക്ക്, പ്രത്യേകിച്ച് IT, ഫാർമ എന്നിവയ്ക്ക് അതൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റായിട്ട് മാറി. ഇത് ആ സെക്ടറുകളിൽ ഒരു സ്ട്രോങ് ബയ്യിങ് ഇൻട്രസ്റ്റിനെ കാണിപ്പിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ നിഫ്റ്റി പ്രീവിയസ് കൺസോളിഡേഷൻ സോണിൽ നിന്നും ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അതിന് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇൻഡെക്സ് 24,850 എന്നുള്ള ഒരു മേജർ സപ്പോർട്ടിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം പോസിറ്റീവ് സെൻറ്റിമെൻ്റായി തന്നെ നിലനിൽക്കും. തുടർന്ന് ചെറിയ ദിവസത്തിനുള്ളിൽ, അതായത് കുറച്ച് ദിവസങ്ങളിൽ 25,350 എന്നുള്ള ഈ ഒരു സോണിലേക്ക്, ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു റാലിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം നേരത്തെ പറഞ്ഞ 24,850 താഴേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. നെക്സ്റ്റ് 24,500 വരെ പോകാനും നിഫ്റ്റിയിൽ സാധ്യതയുണ്ട്. നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ 25,150 ഇന്ന് നിഫ്റ്റിയിൽ ആക്റ്റീവായിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ബ്രേക്കൗട്ട് ചെയ്തിട്ടില്ല. അതേസമയം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നു
പിന്നീട് ചെറിയൊരു റിക്കവർ നടത്തിയിട്ട് വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്തത്. ഒരു സൈഡ് വേ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഈ സപ്പോർട്ട് സോണിനടുത്തേക്ക് പോയി വീണ്ടും താഴത്തേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന്, അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ പോയി ടച്ച് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ തന്നെ, ഇവിടെ നിന്ന് എൻട്രി ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം ഈ ക്യാൻഡിലിനും താഴെയാണ് നമ്മൾ എൻട്രിക്ക് വരേണ്ടത്. കാരണം ഇവിടെയാണല്ലോ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് റീടെസ്റ്റ് വന്നു, അതിനുശേഷം താഴെ വന്നാൽ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നോക്കൂ, 50 പോയിൻറ്റിൻ്റെ റാലിയെ നടത്തിയിട്ടുള്ളൂ. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ആക്റ്റീവ് ആയില്ല എന്ന് വേണം കണക്കൂട്ടാനായിട്ട്. സെൻസെക്സിലേക്ക് വരുമ്പോഴും നിഫ്റ്റിയുടെ സമാനമായ രീതി തന്നെയാണ്, നമുക്ക് ആക്റ്റീവ് ആയിട്ടില്ല. ഇനി നാളെ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഇന്നത്തെ ഹൈ 82,680, ഓക്കെ, സപ്പോർട്ട് നമുക്ക് അല്പം മാറ്റി ഇന്നത്തെ ലോ ആയ 82,238 സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 57,030 തന്നെയാണ്. സപ്പോർട്ട് നമുക്ക് ഇതിന് താഴെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് നെക്സ്റ്റ് 56,480 സോണാണ് നെക്സ്റ്റ് സപ്പോർട്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ നമുക്ക് നാളെ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സോണ് വാച്ച് ചെയ്യാവുന്നതാണ്. 25,165 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം. ഡൗൺ സൈഡിലേക്ക്, അതായത് സപ്പോർട്ടായിട്ട് 25,050. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ പറയുന്ന ലെവലുകൾ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.